എരഞ്ഞിമങ്ങാട് പൊയിലായി നിവാസികളുടെ ചിരകാല സ്വപ്നം യാഥാർത്ഥ്യമായി. ഉത്സവാന്തരീക്ഷത്തിൽ റോഡ് ഗതാഗതത്തിന് തുറന്നുകൊടുത്ത എംഎൽഎ. എരഞ്ഞിമങ്ങാട് പൊയിലായിലെ 45ഓളം കുടുംബങ്ങൾക്കാണ് ഈ റോഡ് പ്രയോജനപ്പെടുക. പി കെ ബഷീർ എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും നൽകിയ 27 ലക്ഷം രൂപ ചെലവഴിച്ചാണ് വനം വകുപ്പ് ഈ കോൺക്രീറ്റ് റോഡ് യാഥാർത്ഥ്യമാക്കിയത്. 540 മീറ്റർ നീളത്തിൽ 4.2 മീറ്റർ വീതിയിലാണ് റോഡ് നിർമ്മിച്ചത്. പതിറ്റാണ്ടുകളായി തദ്ദേശവാസികൾ ഈ റോഡിനായി ശ്രമം തുടങ്ങിയിരുന്നു. പി കെ ബഷീർ എംഎൽഎ, വനം ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ, ഡിഎഫ്ഒ എന്നിവരുമായി നടത്തിയ ചർച്ചയിൽ വനം വകുപ്പ് പച്ചക്കൊടി കാണിച്ചതോടെയാണ് എംഎൽഎ ഫണ്ടിൽ നിന്നും 27 ലക്ഷം അനുവദിച്ചത്. വനം വകുപ്പ് എരഞ്ഞിമങ്ങാട് പൊയിൽ റോഡ് വിഷയത്തിലെടുത്ത പോസിറ്റീവ് നിലപാടാണ് റോഡ് യാഥാർത്ഥ്യമാക്കാൻ സഹായിച്ചതെന്ന് എംഎൽഎ പറഞ്ഞു. വനം വകുപ്പ് നൽകിയ സഹകരണത്തിന് വന്യമൃഗശല്യത്തിനെ നേരിടാൻ വനം വകുപ്പിന് വാഹനം വാങ്ങാൻ 25 ലക്ഷം നൽകിയെന്നും എംഎൽഎ പറഞ്ഞു. എരഞ്ഞിമങ്ങാട് മൈതാനത്തിന്റെ സ്ഥലവും ഉടൻ തന്നെ വനവകുപ്പിൽ നിന്നും ലഭിക്കും. ഇതിനായി ആദ്യം സ്ഥലം കണ്ടെത്തിയിരുന്നു. എന്നാൽ എൻഒസി കിട്ടാത്ത സാഹചര്യമുണ്ടായി. ഇതേ തുടർന്ന് നാട്ടുകാർ സ്വരൂപിച്ച 17 ലക്ഷം മുടക്കി സ്ഥലം വാങ്ങിയിട്ടുണ്ട്. ഇതിന്റെ എൻഒസി വേഗത്തിലാക്കാൻ വനവകുപ്പ് നടപടി സ്വീകരിച്ചു വരുന്നതായും എംഎൽഎ പറഞ്ഞു. ഇപ്പൊ വേറെ ഒരു സ്ഥലം കണ്ടു. ആ സ്ഥലം ഇവിടെ അന്ന് ഇവിടെ നാട്ടുകാരിൽ പണം സ്വരൂപിച്ച അതിനെ ബന്ധപ്പെട്ട ആളുകൾ ആ സ്ഥലം കണ്ട് അതിന് കച്ചവടം പറഞ്ഞു. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അതിന്റെ എൻഒസി വെച്ചിട്ടുണ്ട്. ആ സ്ഥലത്തിന് എൻഒസി കിട്ടി ഫോറസ്റ്റിന് കൈമാറിയാൽ ഈ ഗ്രൗണ്ട് നാട്ടുകാർക്ക് കളിക്കാൻ നിങ്ങളുടെ ഉടമസ്ഥതയിലാവും എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അത് അടുത്ത് തന്നെ ഉണ്ടാവും. മറ്റെന്താ പറയുക, ഇതിങ്ങനെ ഫോറസ്റ്റിലാവുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഫോറസ്റ്റിന് വെക്കും. ആരെങ്കിലും ഇവിടെ പരിപാടി വെച്ചാൽ എതിർ രാഷ്ട്രീയക്കാരൻ പോയി കണ്ട് ഡിഎഫ്ഒനെ വിളിക്കും, അല്ലെങ്കിൽ മറ്റേ ഫോറസ്റ്റുകാരെ വിളിച്ചിട്ട് ഇവിടെ ഒരു പരിപാടി നടത്താൻ പാടില്ല അറിയും, ഒരു കളി നടക്കൂല. അങ്ങനെ കുറേ ബുദ്ധിമുട്ടുണ്ട്. ഏതായാലും അത് വളരെ ഭംഗിയായിട്ട് അടുത്ത് തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാവും. അത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റിനെയും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റിനെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സെക്രട്ടറിനെയും വിളിച്ചിട്ട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ആസ്തിയിൽ ഇത് കയറ്റാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് എടുക്കുമ്പോൾ അപ്പോഴത് ഇത് ക്ലബ്ബ് പണം മുടക്കിക്കാണ്ട് ഈ സ്ഥലം എടുത്താലും ഇത് ഫോറസ്റ്റിന് പിന്നെ ഇത് ഇങ്ങോട്ട് വിട്ട് കിട്ടണമെങ്കിൽ അതിന് ഒന്നുകിൽ പഞ്ചായത്തിന്റെ ഏതെങ്കിലും ആസ്തിയിലുണ്ടെങ്കിൽ അവരാണ് ഇതിന് അപേക്ഷ കൊടുക്കേണ്ടത്. ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുശ്രീ സുരേഷ് അധ്യക്ഷത വഹിച്ചു. വനം വകുപ്പിനെ പ്രതിനിധീകരിച്ച് ശിവാനി IFS, എടവണ്ണ റേഞ്ച് ഓഫീസർ ഷഹനാസ്, ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ VK മോഹസിൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൌക്കത്ത് തോണിക്കടവൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനീഷ് അഗസ്റ്റിൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VT ബീന, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബഷീർ കാട്ടുമുണ്ട, സഹിൽ അകമ്പാടം, വിജി സുരേഷ്, തോമസ് കുരുവിള, നസീമ കളക്കുന്ന്, മുൻ അംഗം സുമയ്യ പൊന്നാങ്കടവൻ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ തോണീൻ സുരേഷ്, M വിശ്വനാഥൻ, ഹാരിസാട്ടിരി തുടങ്ങിയവർ സംസാരിച്ചു. പ്രദേശവാസികൾ റോഡ് യാഥാർത്ഥ്യമാക്കിയ എംഎൽഎക്കും വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കും ഉപഹാരങ്ങൾ നൽകി തങ്ങളുടെ സന്തോഷം പങ്കിട്ടു. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ. വെഡിംഗ് ആഭരണങ്ങൾ, ലൈറ്റ് വെയ്റ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ, ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ബണ്ടൂർ ആൻഡ് എലങ്കൂർ.